നമസ്കാരം. ജ്യോതിർഗമയ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശിവരാത്രിയെക്കുറിച്ച് വളരെ ഗഹനമായ രീതിയിൽ പറഞ്ഞു തരുന്നതിനായി, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നതിനായി ബ്രഹ്മകുമാരി മീന സിസ്റ്റർ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. നമസ്തേ സിസ്റ്റർ. ഓം ശാന്തി. സിസ്റ്റർ, ശിവനെ സാധാരണയായി മഹാകാലൻ എന്ന് പറയുന്നു. കാലവുമായി ബന്ധപ്പെട്ട ഈ നാമം ശിവന് വന്നു ചേരാനുള്ള കാരണം എന്താണ്? കാലൻ്റെയും കാലൻ മഹാകാലൻ എന്ന് ശിവഭഗവാനെ വിളിക്കാറുണ്ട്. നമ്മൾ മാർക്കണ്ഡേയൻ്റെ കഥ കേട്ടിട്ടുണ്ടാവും. ഒരിക്കൽ മാർക്കണ്ഡേയൻ്റെ പിതാവ്, മാർക്കണ്ഡേയൻ ജനിക്കുന്നതിന് മുമ്പ് ഭഗവാനോട് പ്രാർത്ഥിക്കും, എനിക്കൊരു നല്ല പുത്രനെ തരണം. അപ്പം ആ സമയത്ത് 2 കണ്ടീഷനാണ് ആ പിതാവിന് നേരിടേണ്ടി വന്നത്. പുത്രൻ ജനിക്കും, പക്ഷേ ആ പുത്രൻ ബുദ്ധിമാനായ കുട്ടിയെ വേണമെന്നുണ്ടെങ്കിൽ അതിന് 16 വയസ്സ് വരെ മാത്രമേ ആയുസ്സുണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ 100 വയസ്സിനോളം ജീവിച്ചിരിക്കുന്ന പുത്രനെ കിട്ടും, പക്ഷേ ബുദ്ധി ഉണ്ടായിരിക്കില്ല. അപ്പം ഇതിലേത് വേണം? ആ പിതാവ് ചൂസ് ചെയ്തത് 16 വർഷം ജീവിച്ചിരിക്കുന്ന ബുദ്ധിമാനായ പുത്രനെ മതി എന്നാണ്. അങ്ങനെ മാർക്കണ്ഡേയൻ ജനിക്കും. ജനിച്ച് ഈ കുട്ടി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും പിതാവിൻ്റെ ഉള്ളിൽ ചിന്തയാണ്, ഇത്രയും മിടുക്കനാണ്, പക്ഷെ ആയുസ് 16 വയസ്സ് വരെ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ 16ാമത്തെ വയസ്സ് എത്താറാകുന്ന സമയത്ത് ഈ പിതാവ് മാർക്കണ്ഡേയനോട് ഈ സത്യം തുറന്നു പറയും. 16ാമത്തെ വയസ്സിൽ തീർച്ചയായിട്ടും നീ മരണത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടി വരും. ഇതറിഞ്ഞ മാർക്കണ്ഡേയൻ തപസ് ചെയ്യാൻ തുടങ്ങി, ശിവനെ തപസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വളരെയധികം തപസ്യയിൽ മുഴുകിയിരിക്കുന്ന മാർക്കണ്ഡേയന് 16 വയസ്സ് തികയുന്ന ദിവസം കാലനെത്തുകയാണ് മാർക്കണ്ഡേയനെ കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ മാർക്കണ്ഡേയനെ കൊണ്ടുപോകാൻ കാലനെത്തുമ്പോൾ മാർക്കണ്ഡേയൻ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ കാലൻ കയറിടുമ്പോൾ മാർക്കണ്ഡേയനോടൊപ്പം ശിവലിംഗത്തെയും കൂടെ ചേർത്താണ് വലിക്കണം. അപ്പം അങ്ങനെ ശിവൻ മാർക്കണ്ഡേയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കാലനെ ഭസ്മമാക്കി എന്നാണ് പറയുന്നത്. അങ്ങനെ കാലനെ ഇല്ലാതാക്കിയ ആൾ, ആ അർത്ഥത്തിൽ ശിവഭഗവാനെ കാലൻ്റെയും കാലൻ എന്ന് വിളിക്കാറുണ്ട്. അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശരിക്കും നമുക്ക് ജനനം മരണം ആ പ്രക്രിയയെ തന്നെ നമുക്ക് ശരിയായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് കാലത്തിന് വിഴുങ്ങാൻ പറ്റുന്നത് കേവലം നമ്മുടെ ശരീരത്തെ മാത്രമാണ്. ആത്മാവ് അമരനാണ്. ആ അമരത്വ കഥ അല്ലെങ്കിൽ ആത്മാവ് അമരനാണെന്ന ജ്ഞാനം മാനവന് പ്രദാനം ചെയ്ത് മാനവൻ്റെ ഉള്ളിൽ ആ അമരത്വ ബോധം ഉണ്ടാക്കിയെടുക്കുന്നത് യഥാർത്ഥത്തിൽ ഭഗവാനാണ്. അപ്പം ശിവപരമാത്മാവ് നമുക്ക് എപ്പോഴാണ് ആത്മജ്ഞാനം നൽകണേ? അതായത് നമ്മുടെ ഈ ശരീരത്തിന് മാറ്റം ഉണ്ടാവും. കാരണം ഇത് ബാല്യാവസ്ഥയിൽ നിന്ന് വൃദ്ധാവസ്ഥയിലേക്ക് പോകും. കാലം ഇതിനോട് ഒരു ദയയും കാണിക്കാറില്ല. ഇന്ന് കുട്ടിയായിരിക്കും, നാളെ യുവാവാകും, കുറച്ച് ദിവസം കഴിയുമ്പോൾ ജരാനരയെല്ലാം ഈ ശരീരത്തിന് ബാധിക്കും. കാരണം സ്ഥലകാല ബോധത്തിന് അടിമയാകുന്നത് നമ്മൾ ശരീരത്തിൽ വരുമ്പോഴാണ്. ചിലപ്പോൾ നമ്മളോട് ചോദിക്കാറില്ല, നിനക്ക് സ്ഥലകാല ബോധമില്ലേ ചോദിക്കും. സ്പേസ് ആൻഡ് ടൈം, സമയവും കാലവും, ഇതെല്ലാം ഈ ഭൂമിയിലെ ഈ നാടകശാലയുടെ മാത്രമായ അവസ്ഥയാണ്. പക്ഷേ ആത്മാവിനെ ഈ സ്ഥലവും കാലവും ഇതിനെല്ലാം ഉപരിയായിട്ടുള്ള ചൈതന്യമാണ് ആത്മാവ്. ഞാൻ ആ ചൈതന്യമാണെന്ന ബോധം വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് മരണഭയം പോകുന്നത്. ഞാൻ ഈ ശരീരമാണ്, എനിക്കിപ്പോൾ ഇത്ര വയസ്സാണ്, ഞാൻ ചെറുപ്പക്കാരനാണ്, ചെറുപ്പക്കാരിയാണ്, ഈ കോൺഷ്യസിലാണ് ഇപ്പം നമ്മളെല്ലാവരും ജീവിക്കണം. അപ്പോൾ ഒരു കൊച്ചുകുട്ടി മരിക്കുകയാണെങ്കിൽ അയ്യോ കുട്ടി മരിച്ചുവല്ലോ, അല്ലെ ചെറുപ്പക്കാരൻ മരിക്കണം, അയ്യോ ഇന്ന ചെറുപ്പക്കാരൻ മരിച്ചുവല്ലോ ചെറിയ പ്രായത്തിൽ. കാരണം നമ്മൾ ഈ ശരീരത്തെ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ശിവപരമാത്മാവ് വന്നിട്ട് നമുക്ക് നൽകുന്നത് നമ്മുടെ അമരത്വത്തിൻ്റെ അറിവാണ്. ഞാൻ ആത്മാവാണ്, ആത്മാവിന് മരണമില്ല. മരണസമയത്ത് ശരീരത്തിൽ നിന്ന് വേർപെടുന്ന ആത്മാവ് പോകുന്നത് വീണ്ടും അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്കാണ്. ഒരു ശിശുവായിട്ട് ജനിക്കുകയാണ്. അപ്പം 10 വർഷമായി മരിച്ചിട്ട് ഒരാളർത്ഥം 10 വയസ്സുള്ള കുട്ടിയായിട്ട് ജീവിക്കുകയാണ് മറ്റൊരു സ്ഥലത്ത്. അതായത് ആത്മാവിന് നാശമില്ല. ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുമ്പോൾ അപ്പം ഈ ശരീരത്തെ മാത്രമേ പഞ്ചഭൂതങ്ങൾ സ്വീകരിക്കുന്നുള്ളൂ. അപ്പം ഈ അറിവ്, ആത്മാവ് അവിനാശിയാണ്, അമരനാണ്, ആത്മാവിന് നാശമില്ല, മരണമില്ല. ഈ അമരത്വ ബോധം നമുക്ക് നൽകുന്നത് പരമാത്മാ വന്ന് ആത്മജ്ഞാനം നൽകി ആത്മബോധത്തിലേക്ക് നമ്മളെ ഉയർത്തുക. ഇത് ഈശ്വരൻ ചെയ്യുന്ന കർത്തവ്യമാണ്. പക്ഷേ സമയം നമ്മളോട് ആരോടും ഒരു ദയയും കാണിക്കാറില്ല. ഏത് പുതിയ വസ്തുവും പഴയതായിട്ട് മാറും. ഏത്
ബാല്യാവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ യുവാവാണെങ്കിലും നമുക്കറിയാം വൃദ്ധാവസ്ഥയിലെത്തും. അപ്പോൾ സമയം അല്ലെങ്കിൽ കാലം നമ്മളോട് ദയവ് കാണിക്കണില്ല, പക്ഷേ ഭഗവാൻ നമ്മളോട് ഇത്രയും കരുണ കാണിക്കുന്നുണ്ട്, അറിവ് നൽകിയിട്ട് നമ്മൾ ഈ ജരാനരെ ബാധിക്കുന്ന ശരീരമല്ല എന്ന ബോധം ഭഗവാൻ നമുക്ക് നൽകുന്നുണ്ട്. അതാണ് അമൃത് നൽകുന്നത്. അമൃത് നൽകി അമരത്വം നൽകുന്നു എന്നാണല്ലോ പാലാഴി മദന കഥയിൽ പറയണത്. അപ്പൊ ശിവപരമാത്മാവ് ശരിക്കും നമുക്ക് ഭഗവാൻ എന്താ നൽകുന്നത്? ജ്ഞാനാമൃതമാണ്. ഏത് ജ്ഞാനം? ആത്മജ്ഞാനം. നമ്മൾ ആരാണെന്ന തിരിച്ചറിവ്, നമ്മൾ ദേഹമല്ല ദേഹിയാണെന്നുള്ള അറിവ്. ആ അറിവ് നൽകുന്ന ആളാണ് ഈശ്വരൻ. അതുകൊണ്ട് ഭഗവാനെ കാലൻ്റെയും കാലൻ മഹാകാലൻ എന്ന് പറയും. കാരണം നമ്മൾ കാലത്തിൻ്റെ പ്രവാഹത്തിനനുസരിച്ച് ഒഴുകും. എല്ലാ വസ്തുക്കൾക്കും ഒഴുകേണ്ടതുണ്ട്. അതുകൊണ്ട് പറയാറില്ലേ, ഈ സൃഷ്ടിയിലേക്ക് ഏതൊരു വസ്തു, ഏതൊരു സാധനം, നമ്മളൊരു വീട് തന്നെ വെച്ച് നോക്കൂ, വെക്കുമ്പോൾ പുതിയതാണ്, കുറച്ച് ദിവസം കഴിയുമ്പോൾ പഴയതായിട്ട് മാറും. അതായത് ഈ പ്രകൃതിയുടെ ഒരു സ്വഭാവമാണ് ഇവിടെ ഏതൊരു വസ്തുവിനും സതോ രജോ തമോ അവസ്ഥ കടന്നു പോകണം. പക്ഷേ ഭഗവാൻ ഈ കാലാതീതൻ എന്നാ പറയണേ. കാലം ഏതിനെ കേടുവരുത്തുന്നോ, കാലം ഏതൊന്നിനെ സതോ രജോ തമോ അവസ്ഥയിലേക്ക് എത്തിക്കുന്നു, ആ തമോ അവസ്ഥയിൽ നമ്മൾ എത്തുന്ന സമയത്ത് നമ്മൾ ആ ജീർണിച്ച അവസ്ഥയിൽ ഏറ്റവും ഊർജത്തിൻ്റെ താഴ്ന്ന നിലവാരത്തിൽ നിന്ന് വീണ്ടും നമ്മളെ കാലത്തിൻ്റെ ആ പ്രവാഹത്തിന് ഓപ്പോസിറ്റായിട്ട് നീന്താൻ നമ്മളെ സഹായിക്കുന്ന ആൾ, വീണ്ടും തമോ അവസ്ഥയിൽ നിന്ന് സതോ അവസ്ഥയിലേക്ക് പോകാൻ, ഊർജത്തിൻ്റെ ഉയർന്ന നിലവാരത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുന്ന ആൾ ഈശ്വരനാണ്. അതുകൊണ്ടാണ് കാലാതീതനാണ് ഈശ്വരൻ എന്ന് പറയണത്. കാലം കേടുവരുത്തുന്നതിനെ കൂടി നന്നാക്കുന്ന ആൾ. ആ എൻട്രോപ്പി പ്രക്രിയയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഊർജത്തിൻ്റെ ഉയർന്ന നിലവാരത്തിലായിരുന്നു നമ്മളെല്ലാവരും ജീവിതം ഇവിടെ ആരംഭിച്ചപ്പോൾ. ഏറ്റവും ഉയർന്ന ദിവ്യ ഗുണങ്ങളും ശക്തികളും നന്മകളും ഉണ്ടായിരുന്നു. പക്ഷെ ജന്മങ്ങൾ എടുത്തെടുത്തെടുത്ത് എന്തായി? കാലത്തിൻ്റെ പ്രവാഹത്തിൽ നമ്മൾ ഒഴുകി ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തി. പക്ഷെ ഇതൊരു സമയമാണ്, കലിയുഗത്തിൻ്റെ അവസാന കാലഘട്ടം. സ്വയം ശിവപരമാത്മാവ് ഈ സൃഷ്ടിയിലേക്ക് വന്ന് നമ്മളെ വീണ്ടും സതോ ഗുണിയാക്കി മാറ്റുക, തമോ ഗുണിയിൽ നിന്ന് സതോ ഗുണിയാക്കി മാറ്റുക. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഗോഡ് ഓഫ് ടൈം എന്നാ പറയണേ. മഹാകാലൻ, കാലത്തിൻ്റെ കൂടി ഈശ്വരനാണ്. സിസ്റ്റർ ഇപ്പോൾ പറഞ്ഞല്ലോ മരണഭയത്തിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്നത് ശിവനെന്ന്. പക്ഷേ അങ്ങനെ നമ്മളെല്ലാം മരണഭയത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പൊതുവെ ജനങ്ങൾ ശിവനെന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടേണ്ട കാര്യം എന്താണ്? എല്ലാവരും ഉഗ്രമൂർത്തി എന്നാണ് പറയുന്നത് ശിവനെ, അല്ലേ? ഭയപ്പെടുത്തുന്ന രൂപത്തിലാണ് കാണിക്കുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭയം നമുക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാകണേ? ഭയം ജനിക്കുന്നു അർത്ഥം തന്നെ എന്തോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത എന്തോ ചെയ്തിട്ടുണ്ട്. വീട്ടുകളിൽ തന്നെ നമുക്ക് കാണാം, കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവര് പിന്നെ അച്ഛനമ്മമാരുടെ മുന്നിൽ പറയാൻ ഭയപ്പെടും, മുതിർന്നവരുടെ മുന്നിൽ വരാൻ ഭയപ്പെടും. അപ്പോൾ ആ കുട്ടി പേടിക്കുന്നു അർത്ഥം തന്നെ എന്താണ്? കയ്യിലെന്തോ ഒരു തെറ്റുണ്ട്. അതിൽ തന്നെ അച്ഛനമ്മമാർ മനസ്സിലാക്കും എന്തോ അബദ്ധം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഈശ്വരനെ നമ്മൾ മാതാപിതാവ് എന്നല്ലേ പറയണേ. അപ്പൊ ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ, അല്ലെങ്കിൽ ഈശ്വരനെ ഞാൻ പേടിക്കുന്നു അർത്ഥം എന്താണ്? ഏതോ ഒരു തെറ്റ്, ചെയ്യാൻ പാടില്ലാത്ത എന്തോ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തത്, ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കും. ഇപ്പോൾ ഒരു സ്കൂളിലൊരു വിദ്യാർത്ഥി പോകുമ്പോൾ അധ്യാപകരെ എന്തുകൊണ്ടാണ് ഭയക്കണേ? ഒന്നേ നമ്മൾ ഹോംവർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഭയക്കണമല്ലോ, തീർച്ചയായിട്ടും. അതെ, അല്ലെങ്കിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ അനുസരിച്ചിട്ടില്ലെങ്കിൽ അതും നമുക്ക് ഭയം ഉണ്ടാക്കാം. അപ്പൊ അതേപോലെ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാലും നമുക്ക് ഭയം ഉണ്ടാകും. ചെയ്യേണ്ട ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാതിരുന്നാൽ ഭയക്കുന്നത് പോലെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഭയം ഉണ്ടാകും. അപ്പൊ ഈ രണ്ട് കാരണങ്ങളാലാണ് നമുക്ക് ഭയം ഈശ്വരനോടും ഉണ്ടാകുന്നത്. ഈശ്വരനെ അല്ല ഭയക്കുന്ന യഥാർത്ഥത്തിൽ, പിന്നെ നമ്മൾ ചെയ്യുന്ന തെറ്റിനെയാണ് നമ്മൾ ഭയക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? നമ്മളിലാണ് തിരുത്തൽ ആവശ്യം. ഭയഭക്തി എന്നാണ് സാധാരണ നമ്മൾ പറയാം. ഭയം കൊണ്ട് ഭക്തി ചെയ്യാൻ, ഭയം കൊണ്ട്. ഈശ്വരൻ എന്തോ നമുക്ക് ഉപദ്രവം ചെയ്യോ ദോഷം ചെയ്യോ പേടിച്ചിട്ട്. ഭഗവാൻ ഉപദ്രവമോ ദോഷമോ ഒന്നും ചെയ്യുന്ന ആളല്ല. നമ്മൾ ഭഗവാനോട്, ഈശ്വരനോടുള്ള പ്രേമം നമുക്കുണ്ടാകേണ്ടത് ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹത്തിൽ ജനിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഭയം കൊണ്ട് ഭക്തി ചെയ്യണു അർത്ഥം തന്നെ എന്താണ്? എന്തോ തെറ്റ്, അബദ്ധം എന്നിൽ നിന്ന് സംഭവിച്ചു, ആ അബദ്ധത്തിന് എനിക്ക് മാപ്പ് വേണം. അല്ലെങ്കിൽ അബദ്ധം സംഭവിച്ചു പക്ഷെ അതിന്റെ ദോഷം എനിക്ക് വരാൻ പാടില്ല.
ദോഷം എന്നിൽ നിന്ന് പോയി. ആ ദോഷത്തെ ഞാൻ ഭയപ്പെടുകയാണ്. സ്വന്തം അരക്ഷിതത്വത്തെ അതെ ആണ് ഇവിടെ യഥാർത്ഥത്തിൽ. അപ്പം അതുകൊണ്ട് തിരുത്തൽ നമ്മുടെ പാപങ്ങൾ കുറയ്ക്കണം എന്നുള്ളതാണ്. തെറ്റുകളുടെ എണ്ണമാണ് കുറയ്ക്കേണ്ടത്. ശരിയാണ്, ശരിയാണ്. നമ്മളപ്പോൾ പേടിക്കേണ്ടത് ആരെയാണ്? അവരവരുടെ കർമ്മത്തെയാണ്, അവരവരുടെ പ്രവൃത്തികളെയാണ്, അവരവരുടെ വാക്കുകളെയാണ്. അപ്പം നമ്മൾ നമ്മുടെ ചിന്താതലത്തിലോ വാക്കിലോ പ്രവൃത്തിയിലോ പെരുമാറ്റത്തിലോ എവിടെല്ലാമോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പം പാപം കുറയുമ്പോൾ നമ്മുടെ ഭാരം കുറയും, ഭയം കുറയും. അതുകൊണ്ടാണ് പാപഭാരം എന്നാ പറയാം. അപ്പം തെറ്റുകളാണ് നമുക്ക് ശരിക്കും പറഞ്ഞ് ഭാരം ഉണ്ടാക്കണം. അതെ, ഒരു ഭക്തി ചെയ്യുമ്പോൾ തന്നെ പാപഭാരം കുറയ്ക്കുക എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ടാണല്ലോ. അപ്പൊ പാപഭാരം ഉണ്ടെന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്. പാപം എവിടുന്ന് വരുന്നത്? തെറ്റിലിന്റെ കറയാണ് നമ്മൾ പാപം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയണേ, ഇപ്പോൾ ഒരു ജലാശയത്തില് ഒരു തോണി പോകുന്ന സമയത്ത് ആ തോണി തുഴഞ്ഞ് നമുക്ക് ആ ജലാശയത്തിന്റെ അക്കരെ കിടക്കാൻ കഴിയും, തുഴയാൻ അറിയുന്ന ഒരാൾക്ക്. ആ ജലാശയത്തിൽ 4 ഭാഗവും വെള്ളം ഉണ്ടെങ്കിലും തോണിയെ മുക്കില്ല. പക്ഷെ ആ തോണിയിൽ ഒരു ഓട്ടയുണ്ടെങ്കിലോ തീർച്ചയായിട്ടും വെള്ളം തോണിക്കുള്ളിൽ കയറും, മുങ്ങുമല്ലോ. അതുപോലെ നമ്മൾ യഥാർത്ഥത്തിൽ ചുറ്റുപാടിനെയോ അല്ലെങ്കിൽ ദൈവത്തെയോ അല്ല ഭയപ്പെടേണ്ടത്. ഭയക്കേണ്ടത് ആരെയാ? നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഓട്ടം ഉണ്ടോ നോക്കണം, നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും തെറ്റുകൾ വരുന്നുണ്ടോ നോക്കണം. അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഭയക്കുന്നത് ഭഗവാനെ അല്ല, പിന്നെ സ്വന്തം പ്രവൃത്തികളെയാണ്, തെറ്റുകളെയാണ്. നമ്മളെ രക്ഷിക്കുന്നതും നമ്മളെ ശിക്ഷിക്കുന്നതും നമ്മുടെ തന്നെ കർമ്മങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഭഗവാൻ നമ്മുടെ അച്ഛനും അമ്മയല്ലേ. അപ്പം ഭഗവാനോട് സ്നേഹമല്ലേ ഉണ്ടാകുന്നത്. സ്നേഹപൂർവമായ ഓർമ്മയ്ക്കാണ് ധ്യാനം എന്ന് പറയുന്നത്. രാജയോഗ ധ്യാനം അതാണ്. നമ്മൾ ഈശ്വരനെ സ്നേഹത്തോടു കൂടി ഓർമ്മിക്കുക. യോഗം എന്ന് പറഞ്ഞാൽ കണക്ഷൻ. അത് ഈശ്വരനെ സ്നേഹത്തോടു കൂടി ഓർമ്മിക്കുമ്പോൾ അതിനെ രാജയോഗം എന്ന് പറയും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നമ്മൾ ശിവപരമാത്മാവിനെ അച്ഛനായിട്ട് അമ്മയായിട്ട് കണ്ട് സ്നേഹത്തോടു കൂടി ഓർമ്മിക്കുന്ന ആ വിദ്യക്കാണ് രാജയോഗം എന്ന് പറയുന്നത്. യോഗം എന്ന് പറയുമ്പോൾ നമ്മളൊരു മീറ്റിംഗ് കൂടുന്നതിനെ യോഗം എന്ന് പറയാറില്ലേ? ഒന്നിലധികം പേരോടൊപ്പം നമ്മൾ പങ്കെടുക്കുമ്പോൾ അതിന് മീറ്റിംഗ് എന്ന് പറയും, യോഗം. പക്ഷെ എപ്പോഴാണോ നമ്മുടെ മനസ്സ് ആത്മാവ് പരമാത്മാവുമായിട്ട് യോഗം കൂടുന്നത്, അതിനെയാണ് രാജയോഗം എന്ന് പറയുന്നത്. അത് ശരി. ഇപ്പോൾ ഒരു സംശയം, പാപം ചെയ്യുന്നത് കൊണ്ടാണല്ലോ ഈശ്വരനെ നമ്മൾ ഭയപ്പെടുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ചെയ്ത പാപങ്ങൾ കഴുകിക്കളയാനും ഇനി അങ്ങോട്ട് പാപം ചെയ്യാതിരിക്കാനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? സാധാരണയായി പറയാറുണ്ട്, ഗോഡ് ആൻഡ് ടൈം, ഈശ്വരനും സമയവും രണ്ടും ഏറ്റവും വലിയ ഹീലേഴ്സ് ആണെന്ന് പറയാം. നമ്മുടെ മനസ്സിനെ സുഖപ്പെടുത്തുന്ന 2 ചികിത്സകരാണെന്നാണ് പറയാം. എന്തുകൊണ്ടെന്നാൽ നമ്മൾ സാധാരണ നമ്മുടെ കയ്യിലോ കാലിലോ ഒരു മുറിവുണ്ടായാൽ പോലും നോക്കൂ, ഒരു മുറിവുണ്ടായി ആ മുറിവിന് നമ്മൾ ചികിത്സയൊന്നും ചെയ്തില്ലെങ്കിലും, നമ്മൾ ബാൻഡേജ് ഒന്നും ഇട്ടില്ല, മരുന്നൊന്നും വെച്ചില്ല, ഡോക്ടറെ അടുത്ത് പോയില്ലെങ്കിലും ഒരു മുറിവ് കുറച്ച് ദിവസം ഉണങ്ങും. പക്ഷേ അങ്ങനെ ഉണങ്ങാനായിട്ട് സമയമെടുക്കും. അത് മാത്രമല്ല, ഒരു മുറിവുണ്ടായി നമ്മളതിന് ബാൻഡേജ് ഒട്ടിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ചിലപ്പോൾ തുറന്നിരിക്കുമ്പോൾ ആ വ്രണം പഴുക്കാൻ സാധ്യതയുണ്ട്, പൊടിയെഴുക്കും പറ്റും. ഇനി എവിടെയെങ്കിലും തട്ടിയോ മുട്ടിയോ ചെയ്താൽ വീണ്ടും ചോര വരും, ആ വ്രണം വലുതാകാൻ ചാൻസ് ഉണ്ട്. അപ്പം എത്ര വലുതാകുന്നോ അപ്പോൾ ഹീൽ ചെയ്യാൻ കൂടുതൽ സമയമെടുക്കും, കൂടുതൽ വഷളാകും, ആ വ്രണത്തിൻ്റെ മുറിവ് കൂടാൻ സാധ്യതയുണ്ട്. അതേപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, നമുക്ക് ജീവിതത്തിലാണെങ്കിലും പല തെറ്റുകൾ അല്ലെങ്കിൽ പല അബദ്ധങ്ങൾ, ചിലത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതുണ്ട്, ചിലത് നമ്മൾ അറിയാതെ സംഭവിച്ചു പോകുന്നുണ്ട്, സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിലെല്ലാം പെട്ട്. പക്ഷെ അത് തെറ്റാണെന്ന് അറിയുന്ന സമയത്ത് നമുക്കതിനെ തിരുത്തണമെന്നുണ്ടെങ്കിൽ 2 തരത്തിൽ നമുക്ക് തിരുത്താം. ഒന്ന്, കാലക്രമേണ ചിലത് തിരുത്തപ്പെടും. മറ്റൊന്ന്, നമുക്ക് തിരുത്താൻ ഈശ്വരന് നമ്മളെ സഹായിക്കും. ഈശ്വരൻ നമുക്ക് ബാൻഡേജ് തരുന്നുണ്ട്, ഈശ്വരൻ നമ്മൾ മുറിവ് ഉണക്കാൻ വേണ്ടുന്ന മരുന്ന് തരുന്നുണ്ട്. അതാണ് ഈശ്വരീയ ജ്ഞാനം, അതാണ് ധ്യാനം. ഹീലിംഗ് പ്രോസസ്സാണ് ജ്ഞാനവും ധ്യാനവും. അത് ഈ മരുന്ന് പോലെ തന്നെ ഒരു ഡോക്ടർ എങ്ങനെയാണ്, ഒരു സർജൻ എങ്ങനെയാണോ മുറിവ് ഉണക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് നമുക്ക് തരുന്നത്, അതേപോലെ ഈശ്വരീയ ജ്ഞാനം നമുക്ക് കേൾക്കുന്ന സമയത്ത് നിത്യേനയുള്ള ജ്ഞാനശ്രവണം നമ്മുടെ ഉള്ളിലെ ഓരോ മുറിവുകളെയും ഉണക്കാനായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കും. ഉദാഹരണത്തിന്, ഒരച്ഛനും അമ്മയ്ക്കും ഒരു കുട്ടിയുള്ളൂ. പക്ഷെ ആ ഒരു കുട്ടി ഒരു 19-20 വയസ്സിൽ പെട്ടെന്നൊരു ആക്സിഡൻറ്റിൽ മരിച്ചു എന്നിരിക്കട്ടെ, ഏകപുത്രൻ. ആ അച്ഛൻ്റെ അമ്മയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? മനസ്സിൽ എത്ര വലിയ മുറിവാണ് ഉണ്ടാകുക, തീർച്ചയായിട്ടും അല്ലേ?
എത്രയോ കാലങ്ങൾ കൊണ്ട് അവർ സ്നേഹിച്ച് വളർത്തി വലുതാക്കിയ പുത്രൻ 20 വയസ്സിൽ അച്ഛനും അമ്മയ്ക്കും തിരിച്ച് സേവനം ചെയ്യാൻ പ്രായമായ സമയത്ത് ആ കുട്ടി മരിക്കുക, അച്ഛനും അമ്മയ്ക്ക് താങ്ങാൻ പറ്റാത്ത മുറിവാണ്. അത് 2 തരത്തിൽ ഹീൽ ചെയ്യപ്പെടും. ഒന്ന് കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ അവർ പതുക്കെ അവരുടെ വേദനയുടെ ആ അളവ് കുറഞ്ഞു വേദന ഉണ്ടാവും, പക്ഷെ എന്നാലും കുറയാൻ തുടങ്ങും. അതേസമയം എന്തെങ്കിലും ആക്സിഡൻറ്റിൽ മരിച്ചതിന് ശേഷം അച്ഛനും അമ്മയ്ക്കും ആ മുറിവ് ഉണക്കാൻ ആധ്യാത്മിക ജ്ഞാനം ഭഗവാന്റെ അടുത്തെത്തുന്ന സമയത്ത് ജ്ഞാനത്തിലൂടെ ആ മുറിവ് ഉണങ്ങും. പേഴ്സണലായിട്ട് എനിക്കറിയാം ഇതേപോലെ സംഭവിച്ച ഒരു ഫാമിലി, അച്ഛനും അമ്മയും ജ്ഞാനമാർഗത്തിൽ വന്നിട്ട് നമ്മുടെ ബ്രഹ്മകുമാരി സേവാ കേന്ദ്രത്തിൽ വന്നിട്ട് ഒരേ ഒരു മോനെ ഉണ്ടായിരുന്നുള്ളൂ. ആ മോൻ മരണപ്പെട്ടത്, അകാല മരണം സംഭവിച്ചത്. വന്ന് അവരിന്ന് അവരുടെ മനസ്സ് സുഖപ്പെട്ടു എന്ന് മാത്രമല്ല, അവർ നിറയെ പേരുടെ മനസ്സിന് സുഖം കൊടുക്കുന്ന സേവനങ്ങളിൽ മുഴുകുകയും ചെയ്തിട്ടുണ്ട്. വളരെ നല്ല കാര്യമാണല്ലോ. കാരണം നിത്യേന ജ്ഞാനം കേട്ടപ്പോൾ മരണം എന്താണെന്ന് മനസ്സിലായി. മരണം എന്ന് പറയണേ നമ്മൾ എങ്ങനെ ഈ ശരീരത്തിലെ വസ്ത്രം മാറി പഴയൊരു വസ്ത്രം കളയണു, പുതിയൊരു വസ്ത്രം എടുക്കണു, ഇതുപോലൊരു പ്രക്രിയയാണ് മരണം. 20 വയസ്സിൽ കുട്ടി തൻ്റെ മരിച്ചു വാർത്ത അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി 20 വയസ്സ് വരെ മാത്രമേ ആത്മാവിന് ശരീരത്തിലിരുന്ന് തങ്ങളോടൊപ്പം പാർട്ട് അഭിനയിക്കാനുള്ള റോൾ ഉണ്ടായിരുന്നുള്ളൂ. 20 വയസ്സിന് ശേഷം റോള് ചേഞ്ചായി. കുട്ടി മരിച്ചു വാർത്ത ശരീരം മാത്രമേ കത്തിച്ച് കളഞ്ഞിട്ടുള്ളൂ, മണ്ണിൽ മറവ് ചെയ്തുള്ളൂ. ആ ആത്മാവ് ആ ശരീരത്തിൽ നിന്ന് വേർപെട്ടു. ആത്മാവ് ഇടയ്ക്കാണ് പോണേ, അടുത്തൊരു അച്ഛനും അമ്മയ്ക്കും കുട്ടിയായി. ഈ അച്ഛനും അമ്മയ്ക്കും കുട്ടിയെ നഷ്ടപ്പെട്ട വിഷമം, പക്ഷെ ആത്മാവ് പോയിട്ട് അടുത്ത അമ്മയുടെ ഗർഭത്തിൽ ജനിക്കുക. അപ്പോൾ മറ്റൊരു മാതാപിതാവിന് കുട്ടിയെ കിട്ടിയതിൻ്റെ സന്തോഷം. ഈ അച്ഛനും അമ്മയ്ക്ക് ഈ കുട്ടി മരിച്ചിട്ട് 20 വർഷം കഴിഞ്ഞു എന്ന് തന്നെ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞു, അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞു, അടുത്ത് 5 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞായിട്ട് മറ്റൊരു വീട്ടിൽ വളർന്നുകൊണ്ടിരിക്കുക. ഇതാണ് ഈശ്വരൻ നമ്മളെ ഹീൽ ചെയ്യുന്ന വിധി. ഇത് വളരെ സ്നേഹപൂർവം നമുക്ക് സ്നേഹത്തോടു കൂടി പഠിപ്പിക്കുകയും ഒപ്പം ജ്ഞാനം നൽകിയിട്ട് ആത്മാവിൻ്റെ ജ്ഞാനവും നൽകുന്നു, ഒപ്പം ഈശ്വരനെ കുറിച്ചുള്ള തിരിച്ചറിവും കിട്ടണം. നമ്മളെല്ലാ ആത്മാക്കളുടെയും നാഥൻ പരമാത്മാവാണ്. ഈശ്വരൻ സർവശക്തിവാന, അതുകൊണ്ട് സർവശക്തിവാനെ സ്മരിക്കുമ്പോൾ ശക്തി കിട്ടും. അല്ലെങ്കിൽ എൻ്റെ കുട്ടി മരിച്ചല്ലോ അത് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ശക്തി ചോർന്നു പോകും. അപ്പം ഈശ്വരൻ നമ്മളെ ഹീൽ ചെയ്യുകയും ചെയ്യും. ഈശ്വരൻ്റെ ആ ഹീലിംഗ് പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ വേദന മാത്രമല്ല മാറുക, നമ്മളെ ഓരോരുത്തരെയും ഭഗവാൻ ഈശ്വരനെ പോലെയുള്ള ഹീലേഴ്സാക്കി മാറ്റുകയും ചെയ്യും. അതാണ് ഈശ്വരൻ നമ്മളെ ഹീൽ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ്. ഭഗവാനെ പോലെയാക്കി മാറ്റുകയാണ് നമ്മളെ. ഭഗവാനെ അതുകൊണ്ടാണ് വൈദ്യനാഥൻ എന്നല്ലേ ശിവനെ പറയണത്. നമ്മളെയും ചികിത്സിക്കുന്നുണ്ട്, അതേപോലെ നമ്മളെ ഓരോരുത്തരെയും ഭഗവാന് സമാനാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതേ സ്ഥാനത്ത് ഈ അച്ഛനും അമ്മയ്ക്കും കുട്ടിയെ നഷ്ടപ്പെട്ടു, ഏകപുത്രനെ നഷ്ടപ്പെട്ടു, പക്ഷെ അവർക്ക് ആധ്യാത്മിക ജ്ഞാനം കിട്ടുന്നില്ല എങ്കിൽ, ആത്മജ്ഞാനം ലഭിക്കുന്നില്ല, ഭഗവാന്റെ തിരിച്ചറിവ് കിട്ടുന്നില്ല, ധ്യാന പരിശീലനത്തിൽ മുഴുകുന്നില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ എന്ത് സ്മരിച്ചുകൊണ്ടിരിക്കും? എന്നാലും എൻ്റെ കുട്ടി പോയല്ലോ. അതെ, മറ്റു കുട്ടികളെ കാണുമ്പോൾ, മറ്റച്ഛനമ്മമാർ അവരുടെ മക്കളുടെ കൂടെ നടക്കുമ്പോൾ, ആ മക്കൾ കല്യാണം കഴിക്കുന്ന സമയത്ത് ഏതെങ്കിലും കല്യാണ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ മോനുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ താരതമ്യപ്പെടുത്തി ഓരോ ഫംഗ്ഷനിൽ പോകുമ്പോഴും, അത് കല്യാണ സ്ഥലത്താകട്ടെ, ബർത്ത്ഡേ സെലിബ്രേഷൻ ആകട്ടെ, എവിടെ പോവുകയാണെങ്കിലും അവരുടെ ദുഃഖം മറ്റു കുട്ടികളെ കാണുമ്പോൾ വർദ്ധിക്കുകയാണ് ചെയ്യുക. സമയമെടുക്കും ഹീലിംഗിൽ, വേദന കുറച്ച് കുറയുന്നുണ്ടാവും സമയമെടുത്ത് ഹീൽ ചെയ്യുമ്പോൾ. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ, 1 വർഷം 2 വർഷം 3 വർഷം 4 വർഷം കഴിയുമ്പോൾ ആ വേദനയുടെ തീവ്രത കുറച്ച് കുറയുന്നുണ്ടാവും, പക്ഷെ എന്നാലും വേദനയുണ്ടാവും. പക്ഷെ നേരത്തെ മുറിവിന്റെ കാര്യം പറഞ്ഞതുപോലെ അവിടെ വീണ്ടും ഒരു ക്ഷതമേറ്റ് കഴിഞ്ഞാൽ പിന്നെ അതൊന്നുകൂടി വരണം. അപ്പം അത് മാത്രമല്ല, സമയം നമ്മളെ ഹീൽ ചെയ്യും, പക്ഷേ ആ ഹീലിംഗ് പ്രോസസ്സ് ഒന്ന് ഈ പറഞ്ഞ പോലെ വേദനാജനകമായിരിക്കും. അപ്പം നമ്മൾ വീടുകളിൽ തന്നെ അച്ഛനമ്മമാർ നമ്മളോട് പറയാറുണ്ടല്ലോ, അച്ഛനും അമ്മയും പറയുന്നത് കേട്ട് നീ നടന്നില്ലെങ്കിൽ സമയം നിന്നെ പഠിപ്പിക്കും, സമയം വരുമ്പോൾ താഴ്ന്നെ പഠിച്ചോളും. പക്ഷെ സമയം വരുമ്പോൾ പഠിക്കുമ്പോഴേക്കും എന്താവും? സമയം ടീച്ചറാകുന്ന സമയത്ത് സമയത്തിന് നമ്മളോട് യാതൊരു ദയാദാക്ഷിണ്യവും ഉണ്ടാകില്ല, വേദനകൾ കൂടുതലായിരിക്കും. സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ പരിവർത്തനപ്പെടുക ചെയ്യുക. ഹീലിംഗ് അങ്ങനെയാണ് സംഭവിക്കുക. അതേസമയം ഈശ്വരൻ നമ്മളെ ടീച്ചറായിട്ട് പഠിപ്പിക്കുന്ന സമയത്ത് ഈശ്വരീയ നിർദ്ദേശപ്രകാരം നമ്മുടെ ജീവിതത്തെ ട്രാക്കിലൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ ഭഗവാൻ വളരെ സ്നേഹപൂർവ്വം പഠിപ്പിക്കണം. ഈശ്വരൻ്റെ മഹിമയിൽ നമ്മൾ എന്താ പാടുക? ദുഃഖഹർത്ത സുഖകർത്താവെന്ന്. ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകുന്ന ആളാണ്. കാരണം സുഖദുഃഖങ്ങൾക്ക് അതീതനാണ് ഈശ്വരൻ.
ആര് ശരീരത്തിലേക്ക് വരുന്നോ അവർക്കാണ് സുഖദുഃഖത്തിൻ്റെ ഫീലിംഗ്. നമ്മൾ ആത്മാക്കളല്ല, ജീവാത്മാക്കളല്ല. ഈ ഭൂമിയിൽ എത്ര ആത്മാക്കളുണ്ടെങ്കിലും എത്ര മനുഷ്യരുണ്ടെങ്കിലും അവർ മഹാത്മാക്കളാണെങ്കിലും ദൈവാത്മാക്കളാണെങ്കിലും മനുഷ്യരാണെങ്കിലും ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലൂടെ കടന്നു പോകുന്നവർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സുഖദുഃഖത്തിൻ്റെ ഫീലിംഗ് ഉണ്ട്. കാരണം ശരീരമുണ്ട്, ശരീരം എടുത്ത് കർമ്മം ചെയ്യുന്നുണ്ട്, അപ്പം കർമ്മഫലം നമുക്ക് കിട്ടുന്നുണ്ട്. അതേസമയം ഈശ്വരൻ സുഖദുഃഖങ്ങൾക്ക് അതീതനാണ്. ആ അതീതാവസ്ഥയിൽ ഇരിക്കുന്നത് കാരണം ഭഗവാന് നമ്മുടെ ദുഃഖത്തെ ഹരിക്കാനും നമുക്ക് സുഖം നൽകാനും കഴിയും. അതുകൊണ്ടാണ് ഗോഡ്, ദൈവം ഹീലറായിട്ട് മാറുമ്പോൾ നമ്മുടെ ഹീലിംഗ് പ്രോസസ്സ് വളരെ സ്നേഹത്തോടു കൂടി ഈശ്വരന് വളരെയധികം വിധിപൂർവ്വം നമുക്ക് ചെയ്യാൻ പറ്റും. ശരിക്കും ബ്രഹ്മകുമാരീസിൽ ഭഗവാൻ നൽകുന്ന ഹീലിംഗ് പ്രോസസ്സ് ജ്ഞാനത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും മാർഗത്തിലൂടെയാണ്. സാധാരണ ചിലർ പറയുന്നുണ്ട് ശിവനെ സ്മരിക്കുവാനായിട്ട് നമശിവായ മന്ത്രം ചൊല്ലണമെന്ന്. ചിലർ പറയുന്നു മൃത്യുഞ്ജയ മന്ത്രം, ചിലർ ശിവ സഹസ്രനാമം, അതുപോലെ തന്നെ ശിവാഷ്ടോത്തരം, ഇങ്ങനെ പല മന്ത്രങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. വാസ്തവത്തിൽ ഏത് മന്ത്രം ചൊല്ലിയാണ് ശിവനെ സ്മരിക്കേണ്ടത്? ഒരു കുട്ടി കരയുമ്പോൾ അമ്മയ്ക്ക് അറിയാം ആ കുട്ടി വിശന്നിട്ടാണോ കരയണേ, ആ കുട്ടി വേദനിച്ചിട്ടാണോ കരയണേ, എന്തെങ്കിലും അസുഖം കൊണ്ടാണോ കരയണേ, അമ്മയ്ക്ക് വേഗം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ആ അമ്മയും ആ കുഞ്ഞും തമ്മിലുള്ള ബന്ധം. അതേപോലെ നമ്മളെല്ലാ ആത്മാക്കളും പരമാത്മാവിൻ്റെ സന്താനങ്ങളാണ്. ഭഗവാൻ നമ്മുടെ മാതാപിതാവാണ്, ശിവ പരമാത്മാവിൻ്റെ മക്കളാണ്. അപ്പം നമ്മളുടെ ഓരോ ഫീലിങ്സും, നമ്മുടെ ഓരോ സങ്കല്പങ്ങൾ ഉണ്ടാക്കുന്ന ഫീലിങ്സും, ആ ഫീലിങ്സ് ഈശ്വരൻ്റെ അടുത്ത് തീർച്ചയായിട്ടും എത്തും. ആ ഫീലിങ്സേ എത്തും. കാരണം സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് ട്രാവലിംഗ് എനർജിയാണ്. നമ്മുടെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടാകുമ്പോൾ തന്നെ ആ സങ്കല്പങ്ങളുടെ വേവ് ലെങ്ത് ഈശ്വരൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അതിൻ്റെ റെസ്പോൺസും യഥാർത്ഥത്തിൽ നമുക്ക് ഈശ്വരൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ മന്ത്രങ്ങൾ ജപിക്കാൻ, നമുക്ക് സംസാരിക്കാൻ പറ്റുന്നവർക്ക് ജപിക്കാൻ പറ്റും. പക്ഷേ ഒരു ഊമയെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് നോക്കൂ, അവർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവരോട് നമ്മൾ ഇന്ന മന്ത്രം ചൊല്ലണമെന്ന് പറഞ്ഞാൽ ഇന്ന മന്ത്രം ചൊല്ലിയാലേ നിങ്ങൾക്ക് ഈശ്വരനെ സ്മരിക്കാൻ പറ്റുള്ളൂ പറഞ്ഞാൽ അവർക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ സംസാരിക്കാൻ പറ്റില്ലെങ്കിലും ഊമയാണെങ്കിലും അവരുടെ മനസ്സിൻ്റെ ഫീലിങ്സുകൾ തീർച്ചയായിട്ടും ഭഗവാന്റെ അടുത്ത് എത്തുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ഈ മന്ത്രങ്ങൾ ജപിക്കാൻ തന്നത്? വളരെ നല്ലതാണ് മന്ത്രങ്ങളെല്ലാം. കാരണം മന്ത്രങ്ങൾ അർത്ഥം മനസ്സിലാക്കി സ്പഷ്ടതയോടുകൂടി നമ്മൾ ഉച്ചരിക്കുകയാണെങ്കിൽ, അർത്ഥം മനസ്സിലാക്കി ജപിക്കുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന വൈബ്രേഷൻ, അതുണ്ടാക്കുന്ന ഫീലിങ്സ് തന്നെ നമ്മുടെ മനസ്സിന് ആനന്ദം നൽകുന്നതാണ്. പക്ഷേ ഇന്ന് നമ്മൾ നാമസങ്കീർത്തനങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് അനുഭവമാണ്, രാമരാമ നമ്മൾ ജപിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഓം നമ ശിവായ ഓം നമ ശിവായ വായികൊണ്ട് ജപിക്കണോ, പക്ഷേ എൻ്റെ മനസ്സ് ശിവനിൽ നിൽക്കാറുണ്ടോ? അതിൻ്റെ ഇടയിൽ കൂടി ചില സമയത്ത് നമ്മൾ കണ്ടിട്ടില്ല, അമ്മമാർ പറയില്ല, അതെ അടുപ്പിൽ വെച്ചതൊന്ന് നോക്കിക്കോളണേ, വീണ്ടും ചൊല്ലും നമ്മൾ ഓം നമ ശിവായ. തീർച്ചയായിട്ടും. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ജപിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ മനസ്സ് നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് ഭഗവാൻ നൽകുന്ന നിർദ്ദേശം, നിങ്ങൾ എന്നെ സ്മരിക്കൂ, മൻ മനാഭവ എന്ന ഭഗവാൻ പറയണം. മനസ്സെന്നിൽ വയ്ക്കൂ, മനസ്സുകൊണ്ട് ഓർമ്മിക്കൂ. നമ്മൾ വായികൊണ്ട് ജപിക്കുമ്പോഴും ആ ജപത്തിൻ്റെ അർത്ഥസ്വരൂപമായി സ്മരിക്കുമ്പോഴാണ് നമ്മൾ ആത്മാവിലെ പാപം ഭസ്മാകണേ. അതുകൊണ്ട് രാജയോഗ ധ്യാനത്തിൽ ശിവപരമാത്മാവിനെ സ്മരിക്കാൻ ആദ്യം നമുക്ക് നമ്മൾ ആരാണെന്ന സ്മരണ വേണം. കാരണം ഭഗവാനെ സ്മരിക്കുക എന്ന് പറയുന്ന രണ്ടാമത്തെ കാര്യമാണ്. ഞാൻ എന്ന് പറയുന്ന ഈ ബോധത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഈശ്വരിലേക്ക് നമ്മുടെ മനസ്സ് പോവില്ല. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ പോകുമ്പോൾ തന്നെ നമ്മളോട് പറയില്ലേ, പ്രത്യേകിച്ചും പുരുഷന്മാരോട് പറയും ഷർട്ട് ഊരി വെച്ചിട്ട് വരൂ. എൻ്റെ അർത്ഥം എന്താ? ശരീരമാണെന്ന ഈ വസ്ത്രം, ഈ ബോധം പുറത്ത് വെച്ചിട്ട് ആത്മാവാണെന്ന സ്മൃതിയിൽ അകത്തേക്ക് വരും. അപ്പം ആദ്യം നമുക്ക് ഈശ്വരനെ സ്മരിക്കാൻ ഈ മന്ത്രം, ഞാൻ ആത്മാവാണെന്നുള്ള സ്മൃതി, അതാണ് നമുക്ക് ആദ്യം സ്മരണ ഉണരേണ്ടത്. രണ്ടാമത് ആത്മാവിന് പിന്നെ ബന്ധം പരമാത്മാവുമായിട്ടാണ്. അപ്പം ആത്മാവാണെന്ന ബോധത്തോടെ പരമാത്മാവിൻ്റെ അച്ഛനും അമ്മയുമാണെന്ന സ്നേഹത്തോടു കൂടിയ സ്മൃതി, ആ സ്നേഹപൂർവമായ ഓർമ്മയ്ക്ക്, അതിനെയാണ് യോഗ അഗ്നി എന്ന് പറയുന്നത്. അതിന് അഗ്നി ഉണ്ടാക്കാൻ പറ്റും, ശക്തി ഉണ്ടാക്കാൻ പറ്റും, അതിൽ നമ്മുടെ പാപങ്ങൾ ഭസ്മമാകും. ഈ വിധിപൂർവമായ ഓർമ്മയാണ് രാജയോഗ ധ്യാനത്തിൽ നമ്മൾ പഠിക്കുന്നത്. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ ഈ രാജയോഗ ധ്യാന വിദ്യയാണ് മുഴുവൻ വിശ്വത്തിനും പ്രദാനം ചെയ്യുന്നത്. ഇപ്പോൾ സിസ്റ്റർ വളരെ വിലയേറിയ ജ്ഞാനമാണ് ഇവിടെ നമുക്ക് പകർന്നു തന്നിരിക്കുന്നത്. സമയവും അതുപോലെ തന്നെ ഈശ്വരനും രണ്ടും ഹീലേഴ്സ് ആണെന്നുള്ള അറിവ്.
വളരെ നല്ല കാര്യമാണത്. സമയം ഹീൽ ചെയ്യുമ്പോൾ അതിന് കാലതാമസം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ അതിൻ്റെ പരിണാമം വളരെ കഠിനവും. ഈശ്വരൻ ഹീലം ചെയ്യുമ്പോൾ അതിന് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വളരെ എല്ലാവർക്കും സൗകര്യപ്രദവുമായ രീതിയിൽ ഹീൽ ചെയ്യുന്നു എന്നും. ഇപ്പോൾ ഇത്ര നല്ല ജ്ഞാനം നമുക്കെല്ലാവർക്കും പകർന്നു തന്ന സിസ്റ്ററിന് വളരെയേറെ നന്ദി. നമസ്കാരം. ഓം ശാന്തി. മാർക്കണ്ഡേയൻ മരണത്തിൽ നിന്നും രക്ഷ നേടാനായിട്ട് ശിവനെ അഭയം പ്രാപിച്ചല്ലോ. അതുപോലെ തന്നെ നമുക്കും മരണഭയത്തിൽ നിന്നും മുക്തി നേടുവാനായിട്ട് ആത്മജ്ഞാനമെന്ന മൂന്നാം നേത്രം തുറന്നുകൊണ്ട് ശിവനെ ധ്യാനിച്ച് ഈ ശിവരാത്രി ധന്യമാക്കാം. നന്ദി. നമസ്കാരം.